ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിൽ കാണുന്നത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഏൺ ചെയ്യാനും അതനുസരിച്ച് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ്. നമുക്കൊരാൾക്ക് വേണ്ട ഒരു സാമ്പത്തികമായ ഒരു അടിസ്ഥാന ഭൗതിക ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ക്യാഷ് ഏൺ ചെയ്യാനും അതനുസരിച്ച് അത് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ നോക്കാം. ഒരു ചെറിയൊരു കച്ചവടക്കാരനെ പറ്റി നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് രാമൻ നായർ. അദ്ദേഹത്തിന് നല്ല ഇൻകം വരുന്നുണ്ട്, ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പോൾ സാമ്പത്തികമായി ഇൻകം വന്നുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ചിലവുകളും വളരെയധികം വർദ്ധിക്കും. ചിലതിനെപ്പറ്റി അദ്ദേഹം ബോധേഡ് ചെയ്തില്ല, ബോധറേഷനൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹം ക്യാഷ് എടുത്ത് വിനിയോഗിക്കാനായിട്ട് തുടങ്ങി. ഒരു തരത്തിലുള്ള കണക്കോ കയ്യോ ഒന്നിനും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിക്കുന്നത്. വിവാഹം വളരെ ഗംഭീരമായി നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, ചെയ്യണമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ചെക്ക് സപ്ലയർക്ക് നൽകി. പക്ഷേ ഒരു കണക്കോ വരുമാനത്തിനെ പറ്റി വലിയ രീതിയിലുള്ള ഒരു അനാലിസിസോ നടത്താത്തത് കൊണ്ട് തന്നെ ആ ചെക്ക് ബാങ്കിൽ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. കാരണം ബാങ്കിൽ ക്യാഷ് ബാലൻസ് ഇല്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കാരണം വരുമാനം വന്നുകൊണ്ടിരുന്ന സമയത്ത് അത് ധാരാളിത്തത്തോടു കൂടി ചെലവഴിച്ചു, എന്നാൽ അതിനെ ശരിയായ വിധം വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതേസമയം ഇപ്പോൾ ക്യാഷ് കുറവാണ്, വലിയ ചിലവുകൾ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം കടമെടുക്കാൻ തുടങ്ങി. കടത്തിൻ്റെ പലിശ കുന്നുകൂടാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തെ വളരെയധികം മാനസികമായ പ്രയാസത്തിലേക്ക് എത്തിച്ചു. ദൈനംദിനമുള്ള ചിലവുകൾക്കും മാസമുള്ള ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, ഫോണ് ബില്ലുകൾ പോലും അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പഴയൊരു സുഹൃത്തായ മാധവൻ നായർ അദ്ദേഹം കാണുന്നത്. അപ്പോൾ മാധവൻ നായരോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിൻ്റെ പ്രശ്നം ഒരു സാമ്പത്തികമായ അച്ചടക്കം ഇല്ലായ്മയാണ്. ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്, സാമ്പത്തികമായ ഒരു ബുദ്ധി നിൻ്റെ ജീവിതത്തിൽ നീ പ്രയോഗിച്ചില്ല. അതുകൊണ്ടാണ് നല്ല ഉയർന്ന വരുമാനം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് നീ മാറാനായിട്ടുള്ള കാരണം. അപ്പോൾ നമ്മൾ രാമൻ നായർ ചോദിച്ചു, മാധവ, ഞാൻ എന്ത് ചെയ്യണം, ഇനി എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നിൻ്റെ വരവുകൾ, നിൻ്റെ ചിലവുകൾ, ബാക്കിയിരിപ്പ് എത്ര, ഇത്തരം കാര്യങ്ങൾ നിത്യേന ഓർഗനൈസ് ചെയ്യണം. ആ ഓർഗനൈസ് ചെയ്ത് അതിൽ നിന്നും നീ പഠിക്കണം എന്താണ് നിൻ്റെ സാമ്പത്തികമായ ചിലവുകളും വരവുകളും. അങ്ങനെ അദ്ദേഹം ഒരു ബുക്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസമുള്ള വരുമാനങ്ങൾ എഴുതാൻ തുടങ്ങി, എല്ലാ ദിവസമുള്ള ചിലവുകൾ എഴുതാൻ തുടങ്ങി. എവിടേക്കാണ് എൻ്റെ ക്യാഷുകൾ കടമായി പോയിട്ടുള്ളത്, എവിടെ നിന്നാണ് എനിക്ക് ക്യാഷ് ഞാൻ കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എവിടെ നിന്നാണ് കിട്ടേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി അദ്ദേഹം ബുക്കിൽ എഴുതാൻ തുടങ്ങി. ഒരു സാമ്പത്തിക കാര്യം പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കാതെ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതി അതിൽ നിന്നും റിവൈസ് ചെയ്ത് അതിൽ കിട്ടാനുള്ളത് അതുപയോഗിച്ച് ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹം നേടിയെടുക്കാനായി തുടങ്ങി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ രാമൻ നായരുടെ ജീവിതം മാറാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറി, സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുകയും അദ്ദേഹം നല്ല രീതിയിൽ ഫിനാൻഷ്യൽ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്
നിങ്ങൾ സാമ്പത്തികമായ ഒരു ഇൻ്റലിജൻ്റ് ആയിരിക്കണം. ബുദ്ധി പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരവുകളും ചിലവുകളും നീക്കിയിരിപ്പത്ര, എത്ര കടബാധ്യതയുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, ആരിൽ നിന്നാണ് കിട്ടാനുള്ളത്, അവർ എപ്പോൾ തരും, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ രീതിയിൽ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി അതിൽ നിന്ന് വേണം ഫോളോ അപ്പ് ചെയ്യാനായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനായി സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എക്സൽ ഷീറ്റ്, വർക്ക്ഷീറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യുന്നതിനും അതിലൂടെ നിങ്ങൾക്കൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നതിനും സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.